ഏതാണ് എന്താ കമ്പ്യൂട്ടർ ബേസ് ആണോ? ടോട്ടലി നോക്കുമ്പോൾ കമ്പ്യൂട്ടർ ബേസ് ആണോ പേപ്പർ ബേസ് ആണോ എളുപ്പം? ലിസണിങ് എളുപ്പമായിട്ടാണ് തോന്നിയത്. ഫസ്റ്റ് എക്സാം സ്പീക്കിംഗ് ആയിരുന്നു. പിന്നെ നിങ്ങളോട് ഷെയർ ചെയ്യാണ്. സ്കോർ മാക്സിമം കൂട്ടാൻ ശ്രമിക്കുക. ഹായ്. അപ്പൊ നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പൊ നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് IELTS-നെ പറ്റിയാണ്. ഞങ്ങള് ലാസ്റ്റ് വീക്ക് IELTS എഴുതിയിട്ടുണ്ടായിരുന്നു. അപ്പൊ അതെന്റെ ഒരു ഫസ്റ്റ് ടൈം എക്സ്പീരിയൻസ് ആയിരുന്നു. ഇക്കാണെങ്കിൽ രണ്ടാമത്തെ ടൈമാണ്. ഇങ്ങോട്ട് വരുന്നതിന് മുന്നേ നാട്ടിൽ വെച്ചൊന്ന് IELTS എഴുതിയിരുന്നു. പക്ഷെ കാനഡയിലെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. അതൊരു അതെ വെറൈറ്റി എക്സ്പീരിയൻസ് ആണ്. നാട്ടിലേക്കാട്ടി കുറച്ച് ഡിഫറൻസ് എനിക്ക് ഫീൽ ചെയ്തു. എസ്പെഷ്യലി ഞങ്ങൾ എഴുതിയത് കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാം ആണ് എഴുതിയത്. നാട്ടിൽ വെച്ചാണ് എഴുതിയത് പേപ്പർ ബേസ്ഡിലായിരുന്നു. കമ്പ്യൂട്ടർ ബേസും പേപ്പർ ബേസും തമ്മിലുള്ള ഡിഫറൻസും കൂടാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മുടെ വീഡിയോ നിങ്ങൾ ആദ്യം മുതൽ അവസാനം വരെ സ്കിപ്പ് ചെയ്യാതെ കാണുക. ഇത് ആർക്കെങ്കിലുമൊക്കെ ഉപകാരപ്പെടും. അതുപോലെ തന്നെ നമ്മുടെ വീഡിയോ ആദ്യമായിട്ടാണ് കാണുന്നത് നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ, ഇതുപോലെ ഇൻഫോർമേറ്റീവ് ആയിട്ട് ഒത്തിരി വീഡിയോസ് നമ്മുടെ ചാനൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ കയറി കാണുക. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോട്ട് പോവാം. അപ്പൊ നമ്മള് കമ്പ്യൂട്ടർ ബേസിനെ പറ്റി പറയുവാണെങ്കിൽ ഡേറ്റ് എടുക്കുന്ന സമയത്ത് നമുക്ക് ഈസി ആയിട്ട് ഡേറ്റ് അവൈലബിൾ ആയിരിക്കും എക്സാമിനുള്ളത്. അതുപോലെ തന്നെ റിസൾട്ട് ഒരു വിത്തിൻ 5 days അല്ലെങ്കിൽ 4 days മാക്സിമം നമുക്ക് ആ ഒരു സമയത്തിനുള്ളിൽ നമ്മുടെ റിസൾട്ട് അറിയാൻ പറ്റും. ഞങ്ങളുടെ റിസൾട്ട് ഞങ്ങൾക്ക് 2 ദിവസം കൊണ്ട് വന്നു. അതെ. അപ്പം അതുപോലെ തന്നെ ഇത് ബുക്ക് ചെയ്യാൻ നേരവും ഇപ്പൊ ഇന്ന് നോക്കുവാണെങ്കിൽ നെക്സ്റ്റ് കമ്മിങ് വീക്ക് തന്നെ നമുക്ക് കിട്ടും. പക്ഷേ പേപ്പർ ബേസ് ആണെങ്കിൽ ഒരു ആൾമോസ്റ്റ് 1 month ഒക്കെ കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഡേറ്റ് കിട്ടത്തുള്ളൂ. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ഉണ്ട്. $339 കനേഡിയൻ ആണ് കമ്പ്യൂട്ടർ ബേസിന്. പേപ്പർ ബേസിനും ആൾമോസ്റ്റ് സെയിം തന്നെയാണ്. ബാക്കി ഡിഫറൻസ് ഒന്നുമില്ല. ഈ റിസൾട്ടിന്റെ കേസ് മാത്രം ഡിഫറൻസ് ഉള്ളൂ. പിന്നെ നമ്മൾ സ്പീക്കിംഗ്, ലിസണിങ്, റൈറ്റിംഗ് 4 മൊഡ്യൂളും സെയിം തന്നെയാണ്. അപ്പം അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ നമ്മൾ ഓരോന്നായിട്ട് നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമുക്ക് ആദ്യമേ സ്പീക്കിംഗ് നോക്കാം. കാരണം ഞങ്ങൾക്ക് ഫസ്റ്റ് എക്സാം സ്പീക്കിംഗ് ആയിരുന്നു. സ്പീക്കിംഗ് പേപ്പർ ബേസ്ഡ് ആണെങ്കിലും കമ്പ്യൂട്ടർ ബേസ്ഡ് ആണെങ്കിലും സെയിം തന്നെയാണ്, സെയിം ഇൻസ്ട്രക്ടർ തന്നെയാണ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നമ്മുടെ സ്പീക്കിംഗ് എങ്ങനെയാണോ അതനുസരിച്ചുള്ള മാർക്ക് കിട്ടും. ഇപ്പോൾ നാട്ടിൽ വെച്ച് ഞാൻ പേപ്പർ ബേസ് എഴുതിയപ്പം ഉള്ളതിനെക്കാട്ടി എനിക്ക് സ്കോർ കൂടുതലാണ് ഇപ്പോൾ ഇൻസൈഡ് കാനഡ ഞാൻ സ്പീക്കിംഗ് എഴുതിയപ്പോൾ കിട്ടിയത്. കാരണം അപ്പോൾ ആ ഒരു നമ്മൾ സ്പീക്കിംഗ് കുറച്ചൊക്കെ ഫ്ലുവൻ്റ് ആയെന്ന് തോന്നുന്നു. അപ്പോൾ അതുകൊണ്ടായിരിക്കും അങ്ങനെ കിട്ടിയത്. അപ്പോൾ നിങ്ങൾ പഠിത്തമൊക്കെ കഴിഞ്ഞിട്ട് കാനഡയിൽ എഴുതുമ്പോൾ ഡെഫിനറ്റ്ലി നിങ്ങളുടെ സ്പീക്കിങ്ങിന്റെ സ്കോർ ഇമ്പ്രൂവ് ആവാൻ ചാൻസ് ഉണ്ട്. ഇമ്പ്രൂവ് ആവണം. പേപ്പർ ബേസ് ആയാലും കമ്പ്യൂട്ടർ ബേസ് ആയാലും സെയിം ആയിരിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത് ലിസണിംഗ് ആണ്. ലിസണിങ്ങിന് സാധാരണ ഫസ്റ്റ് എക്സ്പീരിയൻസ് ആണ്. നീ പറയാനാണ്? എനിക്ക് ലിസണിങ് എളുപ്പമായിട്ടാണ് തോന്നിയത്. പിന്നെ നമുക്ക് പെട്ടെന്ന് ആ കേൾക്കുന്ന ടൈമിൽ തന്നെ ടൈപ്പ് ചെയ്ത് പോകാൻ ഒരു ബുദ്ധിമുട്ടുണ്ടാകും. ടൈപ്പ് ചെയ്യാൻ സ്പീഡും കൂടെ കുറവാണെങ്കിൽ പാടായിരിക്കും. പക്ഷെ പ്രാക്ടീസ് ചെയ്യേ നമുക്കത് ശരിയാക്കി എടുക്കാൻ പറ്റും. പിന്നെ അവര് പേപ്പർ ബേസിലെ പോലെ തന്നെ നമുക്കൊരു പേപ്പറും ഒരു ചെറിയൊരു പെൻസിലും ഒരു ചെറിയ നോട്ട് എഴുതാൻ വേണ്ടിയിട്ടൊരു സാധനം നമുക്ക് തരും. എന്റെ കേസിൽ ലിസണിങ്ങിന്റെ കേസ് പറഞ്ഞാൽ പേപ്പർ ബേസ് ആണ് എനിക്ക് കുറച്ചുകൂടെ എളുപ്പമായിട്ട് തോന്നിയത്. കമ്പ്യൂട്ടർ ബേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ച് പാടാണ്. കാരണം നമ്മൾ ഈ ലിസണിങ് നമ്മൾ കേട്ടോണ്ടിരിക്കുന്നത് നമ്മൾ ടൈപ്പ് ചെയ്യണം. ചില സമയത്ത് കിളിയൊക്കെ എവിടെയാണെന്നുള്ളത് തപ്പിപ്പിടിച്ച് എഴുതുമ്പോഴത്തേക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് പോകും. അപ്പൊ നമ്മൾ സ്കിപ്പായി പോകുന്ന ചാൻസ് ഉണ്ട്. പക്ഷെ പേപ്പർ ബേസിലാണെങ്കിൽ അങ്ങനെ പ്രശ്നം വരുന്നത് നമ്മൾ ഓട്ടോമാറ്റിക്കലി എഴുതി പോകും. ഇവൻ നമുക്ക് തെറ്റിപ്പോയാൽ പോലും പെട്ടെന്ന് അതുപോലെ തന്നെ ലിസണിങ്ങിന് ലാസ്റ്റ് 10 minutes എക്സ്ട്രാ ടൈം ഉണ്ട്. നമ്മുടെ കമ്പ്യൂട്ടർ ബേസ് ആണെങ്കിൽ ഉള്ളി 2 minute ഉള്ളൂ സമയം. ആ 2 minute നമ്മൾ ഇതെല്ലാം ആൾറെഡി നമ്മൾ ട്രാൻസ്ഫർ ചെയ്ത് വെച്ചിരിക്കുകയാണ്. ട്രാൻസ്ഫറിന്റെ ആവശ്യമൊന്നുമില്ല. പിന്നെ ചെക്ക് പിന്നെ സ്പെല്ലിംഗ് ഒക്കെ ചെക്ക് ചെയ്യാനുള്ള സമയമുള്ളൂ. പക്ഷേ മെയിൻലി എനിക്ക് ഫീൽ ചെയ്ത പ്രശ്നം എന്ന് പറഞ്ഞാൽ നമ്മൾ കേട്ടോണ്ടിരിക്കുമ്പം കീ തപ്പി പിടിക്കുക, അതൊരു പ്രശ്നമാണ്. അപ്പൊ നിങ്ങൾ കീ പ്രോപ്പറായിട്ട് എവിടെയാണെന്നൊക്കെ അറിയാന്നുള്ളവർ മാത്രമാണ് ഈ കമ്പ്യൂട്ടർ ബേസ് എടുക്കാവൂ. അല്ല ഇപ്പൊ റിസൾട്ട് പെട്ടെന്ന് കിട്ടണം, നിങ്ങൾ അത്യാവശ്യം ഇംഗ്ലീഷിലൊക്കെ ഫ്ലുവൻ്റ് ആണ്, കുഴപ്പമില്ല, ഇപ്പൊ എന്തായാലും നിങ്ങൾക്ക് റിസൾട്ട് പെട്ടെന്ന് കിട്ടണമെന്നുണ്ടെങ്കിൽ കമ്പ്യൂട്ടർ ബേസ് തന്നെ ചൂസ് ചെയ്യുക. കാരണം റിസൾട്ട് വന്ന ഉടനെ പിന്നെ മാർക്ക് കുറവാണെങ്കിൽ പോലും വിത്തിൻ 1 week തന്നെ വീണ്ടും ബുക്ക് ചെയ്ത് വീണ്ടും നമുക്ക് എഴുതാൻ പറ്റും. പിന്നെ ഒരു കാര്യമുണ്ട്, നമ്മൾ ഈ ലിസണിങ്ങിന്റെ ടൈമിലാണെങ്കിൽ അവർ ചെക്ക് ചെയ്യാൻ, അതായത് ഓരോ പാട്ട് കഴിയുന്ന സമയത്തും നമ്മളോട് പറയും ഇതുപോലെ നിങ്ങൾക്കൊരു 2 seconds ചെക്ക് ചെയ്യാൻ തരുന്നു എന്ന് പറഞ്ഞിട്ട് തരും. ആ ടൈം 30 seconds ആണെന്ന് തോന്നുന്നു. അപ്പം ആ ടൈം നമ്മൾ മാക്സിമം യൂട്ടിലൈസ് ചെയ്ത് നെക്സ്റ്റ് സെക്ഷനിലുള്ള ക്വസ്റ്റ്യൻസ് വായിച്ച് അതൊന്ന് മനസ്സിലാക്കാനുള്ള ടൈം ആക്കി നമ്മൾ എടുക്കണം. ആ ക്വസ്റ്റ്യൻസ് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് എടുക്കണം. അപ്പൊ നമുക്ക് ആ ലിസണിങ്ങിന്റെ ഇത് ടൈം അഡ്ജസ്റ്റ് ചെയ്തിട്ട് ആ സംഭവം കേൾക്കുന്ന സമയത്ത് നമുക്ക് ഓട്ടോമാറ്റിക്കലി പെട്ടെന്ന് മനസ്സിലാവും ഏതായിരിക്കും എന്നുള്ളത് ആൻസർ. അങ്ങനെ ഞാൻ അങ്ങനെ ചെയ്തായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് അങ്ങനെ ചെയ്തായിരുന്നു. അപ്പൊ അത് നല്ലൊരു കാര്യമാണ്. കാരണം നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നമ്മൾ കുറച്ചുകൂടെ ഫെമിലിയർ ആവും. പക്ഷെ എന്തുകൊണ്ടും പേപ്പർ ബേസിലും കമ്പ്യൂട്ടർ ബേസിലും കമ്പയർ ചെയ്യുമ്പോൾ എന്റെ അഭിപ്രായത്തിൽ പേപ്പർ ബേസിലാണ് ബെറ്റർ. കാരണം നമുക്ക് വെട്ടി മാറ്റി പെട്ടെന്ന് എഴുതാൻ പറ്റും. കമ്പ്യൂട്ടറിലാണെങ്കിൽ നമ്മൾ കീ സെർച്ച് ചെയ്യണം, അപ്പോഴത്തേക്ക് അടുത്ത ടോപ്പിക്കിലോട്ട് അവർ പോകും. അപ്പോൾ നമ്മൾ കുറേ മിസ്സായി പോകും, സ്കിപ്പായി പോകും. നെക്സ്റ്റ് എന്ന് പറയുന്നത് റീഡിംഗ് ആണ്. റീഡിങ്ങിൽ എൻ്റെ അഭിപ്രായത്തിൽ പേപ്പർ ബേസിലാണ് എളുപ്പം, കമ്പ്യൂട്ടർ ബേസിലല്ല. എനിക്ക് പിന്നെ പേപ്പർ ബേസ് ആയി എളുപ്പമേ പറയാൻ പറ്റത്തുള്ളൂ. കാരണം ഞാൻ പേപ്പർ ബേസ് മാത്രമേ, ഞാൻ അതിനകത്തൊരു കമ്പ്യൂട്ടർ ബേസ് കമ്പ്യൂട്ടർ ബേസാ, അതുകൊണ്ട് കമ്പ്യൂട്ടർ ബേസേ എളുപ്പമാണെന്ന് പറയാൻ പറ്റത്തുള്ളൂ.
ബിക്കോസ് ഞാൻ അതല്ലേ എഴുതിയിട്ടുള്ളൂ. അതുപോലെ തന്നെ റീഡിങ്ങിൽ എനിക്ക് ഒരു ഇത് നല്ലതായിട്ട് തോന്നിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം വേർഡ്സ്. ആ വായിച്ചുകൊണ്ടിരിക്കുന്ന ടൈമിൽ തന്നെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വേർഡ്സ് നമുക്ക് ഹൈലൈറ്റ് ചെയ്യാം. അതൊരു നല്ല കാര്യമായിട്ട് എനിക്ക് തോന്നി. അത് സത്യമാണ്. കുറച്ചും കൂടെ എളുപ്പമാക്കും അത്. പേപ്പറിലാണെങ്കിൽ നമുക്ക് അടിയിൽ അണ്ടർലൈൻ ചെയ്തിട്ട് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. പക്ഷേ കമ്പ്യൂട്ടർ പേജിൽ നമുക്ക് കോപ്പി പേസ്റ്റ് എന്നൊരു ഓപ്ഷൻ ഉണ്ട്. പേപ്പറിൽ ആ സംഭവമില്ല. നമ്മൾ തപ്പി പറക്കി എഴുതുമ്പോൾ തന്നെ ചിലപ്പോൾ സ്പെല്ലിംഗ് തെറ്റിപ്പോകാൻ ചാൻസ് ഉണ്ട്. പക്ഷേ കമ്പ്യൂട്ടർ പേജിലാണെങ്കിൽ കോപ്പി പേസ്റ്റ് അടിച്ച് കഴിഞ്ഞാൽ കൺട്രോൾ അത് അടിച്ച് കഴിഞ്ഞാൽ നമുക്ക് ഡയറക്റ്റ് കോപ്പി ആവുന്നതുകൊണ്ട് പേസ്റ്റ് ആവുന്നതുകൊണ്ട് ഒരിക്കലും സ്പെല്ലിംഗ് മിസ്റ്റേക്ക് വരത്തില്ല. അങ്ങനൊരു ഗുണമുണ്ട്. പക്ഷെ എന്നാൽ പോലും പേപ്പർ ബേസിലാണ് കുറച്ച് എളുപ്പം. കീവേഡൊക്കെ കണ്ടുപിടിക്കാനൊക്കെ ആണെങ്കിലും പേപ്പർ ബേസിലാണ് കുറച്ച്. റൈറ്റിംഗിൽ എനിക്ക് തോന്നുന്നത് അതും പേപ്പർ ബേസിൽ തന്നെയാണ് എളുപ്പം. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തുവാ, പേപ്പറിൽ എഴുതുന്ന ഒരു ഫീൽ എനിക്ക് കമ്പ്യൂട്ടറിൽ കിട്ടുന്നില്ല. കാരണം എൻ്റെ ക്വസ്റ്റ്യൻ കുറച്ച് പാടായിരുന്നു. എന്നാൽ പോലും നമുക്ക് കുറച്ച് പാടായിട്ട് തോന്നി. പക്ഷെ കുഴപ്പമില്ല, രണ്ടും കമ്പയർ ചെയ്യുമ്പോൾ ഓക്കെ ആണ്. ക്വസ്റ്റ്യൻ്റെ പാടായതുകൊണ്ടാണ് എനിക്ക് അങ്ങനെ ഫീൽ ചെയ്തത്. എനിക്ക് പക്ഷെ എന്താ റൈറ്റിംഗിൽ ഒരു കുറച്ചും കൂടെ ബെറ്റർ ആണെന്ന് തോന്നാൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന്റെ അടിയിൽ കൗണ്ട് കാണിക്കും. വേർഡ്സ് എത്ര നമുക്ക് കൗണ്ട് ചെയ്തോണ്ടിരിക്കേണ്ട സമയം അതും കൂടെ താഴെ കാണിക്കും. വേർഡ്സ് എത്ര ആവുന്നുണ്ട് എന്നുള്ളത് കാണിക്കും. അതാകുമ്പോൾ നമുക്ക് അതിനനുസരിച്ച് എഴുതിയാൽ മതിയല്ലോ. അങ്ങനെ കാണിക്കുക. അതൊരു നല്ലൊരു ബെനിഫിറ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. ടാസ്ക് 1 150 വേർഡും ടാസ്ക് 2 250 വേർഡ്സ് ആണ്. അപ്പോൾ നമ്മൾ ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇങ്ങനെ കുറഞ്ഞ് വരും. അപ്പോൾ നമുക്ക് അറിയാൻ പറ്റും. പക്ഷേ പേപ്പർ ബേസിൽ ഒരിക്കലും നമുക്ക് അറിയത്തില്ല. നമ്മൾ എഴുതി അങ്ങ് പോയാലും 300 ക്ലോസ് ചെയ്താൽ പോലും നമുക്ക് അറിയത്തില്ല. ഒരു ഏകദേശം ഒരു നമ്മൾ മനസ്സിലാക്കി വെക്കണം ഇത്ര ആയിട്ടുണ്ടെന്നുള്ളത്. സെന്റൻസിൽ ഇത്ര വേർഡ് ഉണ്ട്, ടോട്ടൽ എത്ര സെന്റൻസ് ഉണ്ടെന്ന് അറിഞ്ഞിട്ട് നമ്മൾ ഇത്ര വേർഡ് ആയെന്നുള്ളത് നമ്മൾ കണ്ടുപിടിക്കാനേ പറ്റത്തുള്ളൂ. പക്ഷേ കമ്പ്യൂട്ടർ ബേസിൽ അങ്ങനെ പറ്റും. അതുപോലെ തന്നെ നമുക്ക് കമ്പ്യൂട്ടർ ബേസിൽ ഇപ്പം ഒരു ക്വസ്റ്റ്യൻ തന്നെ കോപ്പി പേസ്റ്റ് ചെയ്ത് പാരാഫ്രൈസ് ചെയ്യാൻ പറ്റും. പേപ്പർ ബേസിലാണെങ്കിൽ നമ്മൾ കംപ്ലീറ്റ്ലി മായ്ച്ച് കളഞ്ഞിട്ട് വേണം വീണ്ടും എഴുതാൻ. പക്ഷേ കമ്പ്യൂട്ടർ ബേസിൽ നമുക്ക് ഒരു സ്പേസ് ഒക്കെ ഇട്ട് താഴെ എഴുതിയിട്ട് വീണ്ടും ഒരു സെന്റൻസ് തന്നെ വീണ്ടും കോപ്പി പേസ്റ്റ് ചെയ്തിട്ട് നമുക്കത് നമ്മുടെ ഇഷ്ടത്തിന് പാരാഫ്രൈസ് ചെയ്തിട്ട് നമുക്ക് മറ്റേ ഡിലീറ്റ് കളയാൻ പറ്റും. അങ്ങനെ ഒരു ഗുണമുണ്ട്. അങ്ങനെ കുറേ സമയം നമുക്ക് ലാഭിക്കാൻ പറ്റും. പേപ്പർ ബേസിൽ അങ്ങനെയല്ല. നമ്മൾ കംപ്ലീറ്റ്ലി മായ്ച്ച് കളഞ്ഞിട്ട്, അല്ലെങ്കിൽ അവിടെ ഗ്യാപ്പ് വരൂലേ, കംപ്ലീറ്റ്ലി മായ്ച്ച് കളഞ്ഞിട്ട് വീണ്ടും നമ്മൾ ഒന്നുകൂടെ എഴുതി പിടിപ്പിക്കേണ്ടത്. അപ്പോൾ ആ ഒരു ഡിഫറൻസ് ആണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്തായാലും ആൾമോസ്റ്റ് സെയിം ആണ്. ഇതിൽ ലിസണിങ് കുറച്ച് ഏതാണ് കമ്പ്യൂട്ടർ ബേസ് ആണോ? ടോട്ടലി നോക്കുമ്പോഴേ കമ്പ്യൂട്ടർ ബേസ് ആണോ പേപ്പർ ബേസ് ആണോ എളുപ്പം? അങ്ങനെ നോക്കുമ്പം റൈറ്റിംഗിൽ നിങ്ങൾ റൈറ്റിംഗ് ഓക്കെ ആണെങ്കിൽ കമ്പ്യൂട്ടർ ബേസ് ആണ് എളുപ്പം. കാരണം എനിക്ക് ഈ കോപ്പി പേസ്റ്റ് പറ്റും, അതുപോലെ തന്നെ വേർഡ് കൗണ്ട് പറ്റും. അതുകൊണ്ട് കമ്പ്യൂട്ടർ ബേസ് ആണ് എളുപ്പം. റീഡിങ്ങിൽ പേപ്പറൊക്കെ മറിച്ച് നോക്കി എഴുതുന്ന ഒരു ഫീൽ നമുക്ക് കിട്ടത്തില്ല. റീഡിങ്ങിൽ എനിക്ക് കമ്പ്യൂട്ടർ ബേസ് അല്ല പേപ്പർ ബേസ് ആണ് എളുപ്പമായിട്ട് തോന്നിയത്. സ്പീക്കിംഗ് രണ്ട് സെയിം ആണ്. ലിസണിങ്ങും പേപ്പർ ബേസിലാണ് എളുപ്പം. മൂത്രം പെടുക്കാൻ ഇവിടെ പറ്റത്തില്ലല്ലോ. പറ്റത്തില്ല, നമ്മളിപ്പോ പെടുത്തല്ലേ. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് പറയാനുള്ളത്. അപ്പൊ നിങ്ങൾ IELTS എഴുതുന്നവരാണെങ്കിൽ, ഈ വീഡിയോ കാണുന്നവരാണെങ്കിൽ നിങ്ങളൊന്ന് ജസ്റ്റ് ഒന്ന് റെഫർ ചെയ്യുക. കാരണം ഇതിലിപ്പോ എന്തൊക്കെ കാര്യങ്ങളാണ് ഉപകാരപ്പെടുക എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. കാരണം ഞങ്ങൾ ജസ്റ്റ് എഴുതി ഞങ്ങളുടെ എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. അപ്പം പേപ്പർ ബേസിലാണെങ്കിലും കമ്പ്യൂട്ടർ ബേസിലാണെങ്കിലും നിങ്ങൾ പഠിച്ചിട്ട് തന്നെ പോയി എഴുതുക. ഇൻസൈഡ് കാനഡയിൽ ഞാൻ ഫസ്റ്റ് ടൈം എഴുതി, അതിനായി ഫസ്റ്റ് ടൈമാണ് എഴുതുക. അപ്പോൾ ആ ഒരു എക്സ്പീരിയൻസ് നിങ്ങളോട് ഷെയർ ചെയ്യുകയാണ്. ഞങ്ങൾക്ക് ഫീൽ ചെയ്ത കാര്യങ്ങൾ. സ്കോർ എനിക്ക് നാട്ടിൽ എഴുതിയപ്പോഴും ഇവിടെ എഴുതിയപ്പോഴും സെയിം ആണ്, ഒരു മാറ്റവും ഇല്ല. സ്പീക്കിംഗ് ഞാൻ ഇമ്പ്രൂവ് ആയിട്ടുണ്ട്, ബാക്കിയെല്ലാം സെയിം ആണ്. പക്ഷെ റിസൾട്ട് പെട്ടെന്ന് കിട്ടി. റിസൾട്ട് ഒന്നും നമ്മളിവിടെ പറയുന്നില്ല. അപ്പം എല്ലാം ഓക്കെ ആണ്. അപ്പം സെറ്റാണ്. അപ്പം നിങ്ങൾ എഴുതാൻ എന്തായാലും വർക്ക് പെർമിറ്റ് ഒക്കെ കിട്ടി കഴിഞ്ഞ ശേഷം PR വെക്കുമ്പോൾ നമ്മൾ എന്തായാലും IELTS എഴുതണം. ഇപ്പോൾ 778 ഒക്കെ കിട്ടിയാൽ പോലും ഈ പറഞ്ഞ CR സ്കോർ മീറ്റ് ആവത്തില്ല. എഴുതിയേ പറ്റൂ, എഴുതാൻ വഴിയില്ല. അപ്പം ഈവൻ സ്പൗസായിട്ട് വന്നവർ പോലും ചിലർ സ്കിപ്പായി പോയിട്ടുണ്ട്. അപ്പം എഴുതണ്ടാന്ന് വിചാരിച്ചു മെയിൻ ആപ്ലിക്കൻ്റ് മാത്രം എഴുതിയാൽ മതി, ഞാൻ സ്പൗസ് ആണല്ലോ എനിക്ക് എഴുതണ്ടല്ലോ എന്നൊക്കെ വിചാരിച്ചിരുന്ന ഒത്തിരിയും പേരുണ്ട്. ഞാനും വിചാരിച്ചിരുന്നു, പക്ഷെ എഴുതേണ്ടി വന്നു. പക്ഷെ എഴുതുന്നതായിരിക്കും നല്ലത് കേട്ടോ. കാരണം എഴുതി സ്കോർ മാക്സിമം കൂട്ടാൻ ശ്രമിക്കുക. 778 ഒക്കെ എടുക്കാൻ പറ്റുകയാണെങ്കിൽ നല്ല രീതിയിൽ സ്കോർ കയറും. 500 മേളിലൊക്കെ കയറും. എന്നാൽ മാത്രമേ നമുക്ക് ഈ പറഞ്ഞ ഇപ്പോഴത്തെ CR സ്കോർ വെച്ചിട്ട് എക്സ്പെർസെൻറ്ററിൽ നമ്മൾ PR പെട്ടെന്ന് കിട്ടത്തുള്ളൂ. അപ്പം വീണ്ടും മറ്റൊരു വീഡിയോയിൽ കാണുന്നവരെ സ്റ്റേ ട്യൂൺ. ബൈ.